ഇസഹാക്ക് പല നിലകളിലും യേശു ക്രിസ്തുവിന് നിഴലായി നിൽക്കുന്നത് നമുക്ക് കാണാം. ഓക്കെ, ഉൽപ്പത്തി പുസ്തകത്തിൽ 26:12 ഒരൊറ്റ വാക്ക് ഇസഹാക്ക് ദേശത്ത് വിതച്ചു. The same year, the Lord blessed him. ആ വർഷം തന്നെ ദൈവം അവനെ അനുഗ്രഹിച്ചു. ഹല്ലേലൂയ. സന്തോഷമുണ്ട്. നല്ല വാക്യം, കൈയടിക്കാൻ തോന്നുന്നു. പക്ഷേ ആ ബ്ലെസ്സിങ്ങിലേക്ക് ഈ മനുഷ്യൻ എത്തുവാൻ, ആ ബ്ലെസ്സിങ് റിസീവ് ചെയ്യുവാൻ ആ മനുഷ്യൻ പോയ ചില വഴികളുണ്ട്. തിരുവെഴുത്തുകളിൽ നിന്ന് കേൾക്കുമ്പോൾ ദൈവശബ്ദമായും പ്രവചന ദൂതുകളായും സൗഖ്യങ്ങളായും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ അത് വെളിപ്പെട്ടു വരട്ടെ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഉൽപ്പത്തി 26:1 വാക്യം, ജെനസിസ് ചാപ്റ്റർ 26 വേർഡ് 1. അബ്രഹാമിന്റെ കാലത്ത് മുൻപിലുണ്ടായ അതേ ക്ഷാമം കൂടാതെ പിന്നെയും ആ ദേശത്ത് ക്ഷാമമുണ്ടായി. അപ്പോൾ അബ്രഹാമിന്റെ കാലത്തുണ്ടായ അതേ ക്ഷാമം ഇസഹാക്കിന്റെ കാലത്തും ഉണ്ടായി. ഇസഹാക്ക് ഗെരാറിൽ ഫെലിസ്ത്യരുടെ രാജാവായ അബീമേലെക്കിന്റെ അടുക്കൽ പോയി. അപ്പോൾ തൻ്റെ പിതാവായ അബ്രഹാം അനുഭവിച്ച, ഫേസ് ചെയ്ത ഒത്തിരി വിഷയങ്ങൾ അടുത്ത തലമുറയായ, അടുത്ത ജനറേഷനായ ഇസഹാക്കും ഫേസ് ചെയ്യുന്നത് നമുക്ക് കാണാം. അപ്പൻ അനുഭവിച്ചത് പലതും മോൻ അനുഭവിക്കുന്നത് നമുക്ക് കാണാം. അപ്പൻ്റെ കാലത്തുണ്ടായ അതേ ക്ഷാമം മോന്റെ കാലത്തും ഉണ്ടായി. 2, അബ്രഹാമും അന്ന് രാജാവിനോട് പറയേണ്ടി വന്നിരുന്നു, സേറ എൻ്റെ പെങ്ങളാണെന്ന്. ഇസഹാക്കിന്റെ കാലത്ത് ഇസഹാക്കും അബീമേലെക്കിനോട് പറയേണ്ടി വന്നു, റബേക്ക എൻ്റെ പെങ്ങളാണെന്ന്. അന്നത്തെ കാലത്തെ രാജാവ് സാറായെയും പിടിച്ചുകൊണ്ട് പോയി, ഇസഹാക്കിന്റെ കാലത്തെ രാജാവ് റബേക്കയും പിടിച്ചുകൊണ്ട് പോയി. അപ്പനും മോനും മറ്റൊരു തരത്തിൽ പറയേണ്ടി വന്നിട്ടുണ്ട്, സ്വന്തം ഭാര്യയെ നോക്കി ജീവൻ രക്ഷപ്പെടാൻ വേണ്ടി അതെൻ്റെ സിസ്റ്ററാണ്. പക്ഷെ അപ്പനെയും മോനെയും, സാറയും റബേക്കയും, ഇവരുടെ 2 പേരുടെ ഭാര്യമാരെയും ദൈവം ഒരുപോലെ സേവ് ചെയ്തിട്ടുണ്ട്. എൻ്റെ മെസ്സേജ് ഇതാണ്. ഞാൻ ഈ വാക്യത്തിൽ എന്തുകൊണ്ട് നിന്നു എന്ന് ചോദിച്ചാൽ, ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് എൻ്റെ സ്പിരിച്വൽ റിലങ്ങളിൽ നിന്നുകൊണ്ടാണ്. എൻ്റെ ബുദ്ധിയിൽ നിന്ന് അല്ല ഞാൻ സംസാരിക്കുന്നത്. നിങ്ങളുടെ അപ്പൻ അനുഭവിച്ച, നിങ്ങളുടെ വല്യപ്പൻ അനുഭവിച്ച, നിങ്ങളുടെ കുടുംബാംഗങ്ങൾ അനുഭവിച്ച, നിങ്ങളുടെ അപ്പന്മാർ ചെയ്ത പലതിൻ്റെയും ഫലം 3ാമത്തെയും 2ാമത്തെയും ഒക്കെ തലമുറകൾ അനുഭവിക്കുന്നത് ഞാൻ പലയിടത്തും കണ്ടിട്ടുണ്ട്. എൻ്റെ അപ്പൻ അതുണ്ടായിരുന്നു, എൻ്റെ വല്യപ്പൻ അതുണ്ടായിരുന്നു, ഞാനും എൻ്റെ ഇപ്പാപ്പന്മാർക്ക് അങ്ങനെയുണ്ട്, എൻ്റെ അപ്പാപ്പന്മാർക്ക് അങ്ങനെയുണ്ട്. പക്ഷെ ഇതേ വിഷയം ഞാനും അനുഭവിക്കുന്നു എന്ന് പറയുന്നവർ ഈ മീറ്റിങ്ങിൽ വന്നിട്ടുണ്ട്. അത് രോഗമായിട്ടും പ്രശ്നങ്ങളായിട്ടും ശാപങ്ങളായിട്ടും ഒക്കെ നിൽക്കുന്നവരുണ്ട്. അതിനെല്ലാം കർത്താവ് മറുപടി പറയുന്ന പരിശുദ്ധാത്മാവ് മാറ്റട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ക്ഷാമം കണ്ടുകൊണ്ട്, പ്രതിസന്ധികൾ കണ്ടുകൊണ്ട് ഇസഹാക്ക് ഒരു തീരുമാനമെടുക്കുകയാണ്. പേഴ്സണലായി, വ്യക്തിപരമായ ഒരു തീരുമാനം എടുക്കുകയാണ്. ഞാൻ ഗെരാറിൽ ഫെലിസ്ത്യരുടെ രാജാവായ അബീമേലെക്കിന്റെ അടുക്കിലേക്ക് പോവുകയാണ്. 2ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ
ഒരു തെറ്റായ തീരുമാനമെടുക്കുന്ന ഇസഹാക്കിനു വേണ്ടി, ഒരു റോങ് ഡയറക്ഷനിലേക്ക് പോകുന്ന ഇസഹാക്കിനു വേണ്ടി യഹോവ തന്നെ അവന് പ്രത്യക്ഷമായി. ഇതിനകത്ത് ഞാൻ ഭയങ്കര ഒരു പ്രോട്ടോകോൾ കാണുന്നുണ്ട്. ദൈവത്തിന് അങ്ങനെ ഉണ്ട്. എൻ്റെ ചോദ്യം, ദൈവം എല്ലായിടത്തും പ്രത്യക്ഷനായിട്ടുണ്ടോ? ദൈവത്തിനൊരു കാര്യം അറിയിക്കാൻ ദൈവമാണോ എല്ലായിടത്തും പ്രത്യക്ഷമായിട്ടുള്ളത്, അതോ മെജോറിറ്റി ഒത്തിരി ഇടങ്ങളിൽ തൻ്റെ ദൂതനെയായിരുന്നോ ദൈവം അയച്ചത്? തൻ്റെ പുത്രന്റെ ജനനം പോലും അനൗൺസ് ചെയ്യുവാൻ, ഡിക്ലെയർ ചെയ്യുവാൻ, പ്രഖ്യാപിക്കുവാൻ ദൈവം അയച്ചത് തൻ്റെ ദൂതനെയാണ്. പക്ഷെ ഇവിടെ ഇസഹാക്കിനോടുള്ള ബന്ധത്തിൽ ദൈവം ഒരിക്കലും ഒരു ഏഞ്ചലിനെ അല്ല അവിടെ ഇസഹാക്കിന്റെ അടുക്കലേക്ക് അയക്കുന്നത്, യഹോവ തന്നെ ഡയറക്ട്ലി. And the Lord Almighty appeared unto him. Because he is the son of Abraham. Amen. Thank you, Holy Spirit. Thank you, Jesus. He is the son of Abraham. Amen. Hallelujah. Hallelujah. ഇസഹാക്ക് ദൈവത്തിന് വളരെ പ്രധാനപ്പെട്ടവനാണ്. Amen. അത് ഇസഹാക്ക് എന്തോ ചെയ്തത് കൊണ്ടല്ല, അത് ഇസഹാക്കിന്റെ അപ്പൻ ദൈവത്തിന്റെ കൂടെ നടന്നവനാണ്. Amen. Jesus. ദൈവത്തിന്റെ സ്നേഹിതനായിരുന്നു. അതുകൊണ്ട് മകൻ ഒരു തെറ്റായ തീരുമാനം എടുക്കുമ്പോൾ, ഒരു റോങ് റൂട്ടിലേക്ക് യാത്ര ചെയ്യുമ്പോൾ, ഒരു റോങ് ഡയറക്ഷനിലേക്ക് ഇസഹാക്ക് സ്റ്റെപ്പ് വെക്കാൻ തുടങ്ങുന്നതിന് അല്പം മുൻപ് യഹോവ തന്നെ പ്രത്യക്ഷപ്പെട്ടിട്ട് പറയുന്നു, നീ ഈജിപ്തിലേക്ക്, മിസ്രൈമിലേക്ക് പോകരുത്. ജീവിതത്തിൽ ഏതെങ്കിലും നിലകളിലുള്ള സാഹചര്യങ്ങളെ കണ്ട്, അവസ്ഥകൾ കണ്ട്, അനുഭവിക്കുന്ന അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ ദൈവിക വാഗ്ദത്വങ്ങളെ മറന്ന്, ദൈവിക അരുളപ്പാടുകളെ വിട്ട്, നമ്മുടെ സ്വന്തം ബുദ്ധിയിൽ ആശ്രയിച്ച് നമ്മൾ ഏതെങ്കിലും സ്റ്റെപ്പ് വെക്കാൻ, ചുവട് വെക്കാൻ, എന്തെങ്കിലും നീക്കങ്ങൾക്കായി ആഗ്രഹിക്കുന്നെങ്കിൽ ആത്മാവ് നിന്നോട് പറയുന്നു, യു നെവർ ഡു ദാറ്റ്. നീ അത് ചെയ്യരുത്. Can you please wait? Yes. You wait for my promise. Yes. Amen. Hallelujah. Hallelujah. You wait for my promise. Amen. I will fulfill it. നിങ്ങളുടെ കാതിൽ കേട്ടതായ ആ വാഗ്ദത്തങ്ങൾക്ക് വേണ്ടി നിങ്ങൾ നിൽക്കാൻ, ദൈവശബ്ദത്തിന് വേണ്ടി നിൽക്കാൻ തയ്യാറാകണം. Amen. Thank you, Jesus. Thank you, Jesus. മൂന്നാമത്തെ വാക്യത്തിൽ ബൈബിൾ പറയുകയാണ്, ഈ ദേശത്ത് താമസിക്ക, ഞാൻ നിന്നോട് കൂടെ ഇരുന്ന് നിന്നെ അനുഗ്രഹിക്കും. Amen. നിനക്കും നിന്റെ സന്തതിക്കും ഈ ദേശമൊക്കെയും ഞാൻ തരും. Amen. നിന്റെ പിതാവായ അബ്രഹാമിനോട് ഞാൻ സത്യം ചെയ്തത് നിവർത്തിക്കും. Amen. Yes. Thank you, Lord Jesus. Thank you, Jesus. ഐസക്, ഇസഹാക്കേ, നിന്റെ മേളിൽ ചില വാഗ്ദത്തങ്ങൾ പെൻഡിങ് ആണ്. നിന്റെ അപ്പനായ അബ്രഹാമിനോട് ഞാൻ പറഞ്ഞ വാഗ്ദത്തങ്ങൾ പലതുണ്ട്. അതിൽ പകുതി കാര്യങ്ങളെ നിർവഹിക്കപ്പെട്ടിട്ടുള്ളൂ, നിറവേറിയിട്ടുള്ളൂ. പകുതി കാര്യങ്ങൾ ഇനിയും നിറവേറപ്പെടുവാനുണ്ട്. Amen. അത് നിങ്ങളുടെ മേൽ കിടക്കുന്ന ഒരു ജനറേഷണൽ ബ്ലെസ്സിംഗ് ആണ്. I completely believe in the generational curse and the generational blessings. Amen. നിന്നോട് ഞാൻ സത്യം ചെയ്തതിനെ
നിന്റെ പിതാവായ അബ്രഹാമിനോട് ഞാൻ പറഞ്ഞതിനെ ഞാൻ നിവർത്തിക്കും. Amen. ഞാൻ ഇവിടെ ഇരിക്കുന്ന എൻ്റെ പ്രിയ സഹോദരങ്ങളോട് ചോദിക്കുന്നു, നിങ്ങളുടെ ലൈഫിൽ ദൈവം തൻ്റെ വചനത്തിലൂടെയോ തൻ്റെ പ്രവാചകന്മാരിലൂടെയോ തൻ്റെ ദാസന്മാരിലൂടെയോ വ്യക്തിപരമായി നിങ്ങൾക്ക് പ്രാർത്ഥിച്ച് ലഭിച്ചതായ ആലോചനകളിലൂടെയോ ഏതെങ്കിലും വാഗ്ദത്തങ്ങൾ നിറവേറപ്പെടുവാൻ പെൻഡിങ്ങായി, കാലതാമസത്തോടെ ഇപ്പോഴും പലതും പെൻഡിങ്ങായി നിൽക്കുന്നെങ്കിൽ ഞാൻ ഇങ്ങനെ നിങ്ങളോട് പറയാൻ ഇഷ്ടപ്പെടുന്നു, അത് കൃത്യമായ സമയത്ത് സമയം തെറ്റത്തില്ല. സമയം തെറ്റത്തില്ല. അത് വൈകിയാലും വരും നിശ്ചയം. നിന്റെ അപ്പത്തെ വെള്ളത്തിന്മേൽ എറിയുക, ഏറെ നാൾ കഴിഞ്ഞാലും അത് വരും നിശ്ചയം. സമയം തെറ്റുകയില്ല. നിങ്ങളിൽ പലരും പറയുന്നു സമയം പോകുന്നു, സമയം പോയി, സമയം കഴിയുന്നു. നോ നോ നോ, ദൈവത്തിന്റെ ഘടികാരത്തിൽ, ദൈവത്തിന്റെ ക്ലോക്കിൽ ഒരു സെറ്റ് ടൈം ഉണ്ട്. There's a set time. Amen. ഞാൻ എഴുന്നേറ്റ് സിയോനോട് കരുണ കാണിക്കും. ബൈബിൾ പറയുന്നു, അതെ ഞാൻ അവളോട് കരുണ കാണിക്കും. അതിനുള്ള സമയം വന്നിരിക്കുന്നു. That's a set time. ഞാൻ എഴുന്നേറ്റ് നിന്നോട് കരുണ കാണിക്കും. അതെ അതിനുള്ള സമയം വന്നിരിക്കുന്നു. Your time has come. I receive it. Hallelujah. I receive it. That is not my time. Yes. That is not your time. Yes. The time is settled from heaven. Hallelujah. Amen. Right time. Amen. Right time. The right time. Right time. അവൻ നിങ്ങളെ തക്ക സമയത്ത് ഉയർത്തേണ്ടതിന് Amen. അവന്റെ ബലമുള്ള കൈക്കീഴിൽ നിങ്ങൾ താണിരിക്കുകയും. Yes. യോഹന്നാൻ സുവിശേഷം 5-ാം അധ്യായത്തിൽ എഴുതിയിട്ടുണ്ട്, അതത് സമയത്ത് ദൂതൻ വന്ന് കുളം കലക്കും, ആദ്യം ഇറങ്ങുന്നവൻ സൗഖ്യം പ്രാപിക്കും. The right time of God for the healing, for the deliverance, for the miracles, for the promotions, for the prosperity, for the anointing, for the ministry, in the name of Jesus. Thank you, Holy Spirit. Thank you, Jesus. Thank you, Holy Spirit. Thank you, Jesus. Thank you, Holy Spirit. Thank you, Holy Spirit. Hallelujah. Hallelujah. ഇസഹാക്കിനോട് പറയുന്നു, ക്ഷാമം കണ്ടുകൊണ്ടോ Yes. സാഹചര്യം കണ്ടുകൊണ്ടോ Yes. നീ തെറ്റായ തീരുമാനം എടുക്കല്ല. Amen. വാഗ്ദത്തങ്ങളെ മറന്നു പോകരുത്. Amen. നിന്റെ ഡെസ്റ്റിനി ഈജിപ്റ്റ് അല്ല. നിന്റെ ഡെസ്റ്റിനി എപ്പോഴും ഓർക്കണം, ദൈവത്തിന് ചിലരെ വളർത്താൻ, ദൈവത്തിന് ചിലരെ പുലർത്താൻ, ദൈവത്തിന് ചിലരെ നയിക്കാൻ ഒരു ഡെസ്റ്റിനി ഉണ്ട്. ഹല്ലേലൂയ. Hallelujah. കൃത്യമായ സ്ഥലം. അങ്ങനെയാണെങ്കിൽ ദൈവത്തിന് നിങ്ങളെ അനുഗ്രഹിക്കാൻ, ദൈവത്തിന് നിങ്ങളോട് ഇടപെടാൻ ദൈവം ഉദ്ദേശിക്കുന്ന ഒരു ഡെസ്റ്റിനി ഉണ്ട് നിങ്ങൾ. Yes. പലപ്പോഴും ആ ഡെസ്റ്റിനിയിൽ നിങ്ങൾ എത്താതിരിക്കാനാണ് പിശാചിന്റെ ശ്രമം. Yes. Amen. ഓൾറെഡി ഇസഹാക്കിന്റെ മേളിൽ കിടക്കുന്ന വാഗ്ദത്തം ഈജിപ്തിനോടുള്ള ബന്ധത്തിലല്ല, മിസ്രൈമിനോടുള്ള ബന്ധത്തിലല്ല. പുള്ളി ഇപ്പൊ പെട്ടി പാക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന മിസ്രൈമിലേക്ക് പോകാനാ. പക്ഷെ ദൈവം അവന്റെ തകർച്ച കാണാൻ ആഗ്രഹിക്കാത്തത് കൊണ്ടും ദൈവത്തിന്റെ വാഗ്ദത്തം അബ്രഹാമിന്റെ മേളിൽ കിടക്കുന്നത് കൊണ്ടും ദൈവം ക്വിക്കായി, എൻ്റെ ഭാഷയിൽ പറഞ്ഞ വളരെ വേഗത്തിൽ ഇസഹാക്കിന് പ്രത്യക്ഷപ്പെട്ട് പറയുന്നു, നീ ഈജിപ്തിലേക്ക് പോകരുത്. Amen. Amen. Because Egypt is not your destiny. Amen. Egypt is not your destiny.
നിന്റെ സ്ഥലം അതല്ല. ഹല്ലേലൂയ. Hallelujah. നിങ്ങൾ എല്ലാ കാര്യത്തിലും ഇതാരായുന്നവരായിരിക്കണം. എല്ലാ കാര്യത്തിലും ദൈവത്തിന് ഇങ്ങനെ ചില കാര്യങ്ങളുണ്ട്, Amen. അറിഞ്ഞോ അറിയാതെയോ ഉണ്ട്. യാക്കോബിന് ദൈവം പ്രത്യക്ഷമായപ്പോൾ ലൂസ് എന്ന സ്ഥലത്തിന് ബഥേൽ എന്ന പേര് വിളിച്ചിട്ട് യാക്കോബ് പറയുന്നൊരു വാക്കുണ്ട്, ഈ സ്ഥലം എത്ര ഭയങ്കരം, ഈ സ്ഥലം എത്ര ഭയങ്കരം, ഇത് ദൈവത്തിന്റെ ആലയമല്ലാതെ Yes. മറ്റൊന്നല്ല. ഈ Amen. സ്ഥലം, ദിസ് പ്ലേസ്, Oh, shalara baba. ദിസ് പ്ലേസ്. Yes. Amen. ഹല്ലേലൂയ. Hallelujah. ദൈവം നിങ്ങളെ നട്ടെടുത്ത് നിൽക്കാനും, എപ്പോഴും ഓർക്കണം, നിങ്ങളുടെ ഡെസ്റ്റിനിയിലാണ് നിങ്ങൾ നിൽക്കുന്നതെന്ന് എങ്ങനെ അറിയാം? ദൈവം നിങ്ങളെ പ്ലാൻ ചെയ്തിരിക്കുന്നത് കൃത്യമായ സ്ഥലത്താണെന്ന് നിങ്ങൾക്ക് എങ്ങനെ അറിയാം? വെരി സിമ്പിൾ. ആർ യു കൺഫ്യൂസ്ഡ്? ഇപ്പം നിങ്ങൾ പോകുന്ന സഭ, ഇപ്പോൾ നിങ്ങളായിരിക്കുന്ന ഇടം, ഇപ്പോൾ നിങ്ങൾ നിൽക്കുന്ന ഓഫീസ്, അതാണോ, അവിടം തന്നെയാണോ ദൈവം എന്നെ നിർത്തിയത്? അതാണോ കറക്റ്റ് പ്ലേസ് എന്നെങ്ങനെ അറിയാം? ഫ്രൂട്ട് ഉണ്ടാവും, വളരും. നീ കറക്റ്റ് മണ്ണിലാണ് നിൽക്കുന്നതെന്ന് നിനക്ക് മനസ്സിലാകുന്നത് നിന്റെ ഒരു 10 വർഷം പുറകോട്ടെടുത്ത് ഇന്നത്തെ 10 വർഷം വെച്ചൊന്ന് കാൽക്കുലേറ്റ് ചെയ്യണം. വളർന്നിട്ടുണ്ടോ? മാറ്റം വല്ലതും ഉണ്ടോ? എന്തെങ്കിലും നന്മ ഉണ്ടായിട്ടുണ്ടോ? പൂത്തിട്ടുണ്ടോ? ഫലം ഉണ്ടായിട്ടുണ്ടോ? ബ്ലെസ്സിങ് ആയിട്ടുണ്ടോ? എഞ്ചിനീയറിന് ഒരിക്കലും ഡോക്ടർ ആകാൻ പറ്റത്തില്ല. ഒരു ഡോക്ടർ ചെയ്യുന്ന പണി ഒരിക്കലും ഒരു ആർക്കിടെക്ട് എഞ്ചിനീയറിന് ചെയ്യാൻ പറ്റത്തില്ല. Are you with me? Yes. Hallelujah. Hallelujah. നിങ്ങളുടെ വിളിയിൽ നിങ്ങൾ നിൽക്കണം. Amen. നിങ്ങളുടെ ഡെസ്റ്റിനിയിൽ നിങ്ങൾ നിൽക്കണം. Amen. അതിന് അത്രയും സീരിയസ്നെസ് ഉള്ളത് കൊണ്ടാണ് ദൂതനെ വിടാതെ ദൈവം തന്നെ ഇസഹാക്കിന് പ്രത്യക്ഷപ്പെട്ട് പറയുന്നത്, പോകരുത്, ആ വഴി എടുക്കരുത്, നീ അത് ചെയ്യരുത്. That is not good for you. That is not blessing for you. Yes. ഇസഹാക്ക് ഈജിപ്തിൽ പോയിരുന്നെങ്കിൽ, ദൈവം പറഞ്ഞതനുസരിക്കാതെ ഇസഹാക്ക് ഈജിപ്തിൽ പോയിരുന്നെങ്കിൽ പുള്ളി ചുവരയിലെ ഒരു ചിത്രമായി മാറിയനെ. പക്ഷേ ഇസഹാക്ക് ഇപ്പം ഒരു ചിത്രമല്ല, ഒരു ചരിത്രമാണ്. കൈ കൊടുത്ത് പറ, നീ ഒരു ചിത്രമാകാനുള്ളതല്ല, നീ ഒരു ചരിത്രമാകാനുള്ള ആളാണ്. നീ ഒരു ചിത്രമാകാനുള്ള ആളല്ല, നീ ഒരു ചരിത്രമാകാനുള്ള ആളാണ്. That's why you never change it. Yes. Your destiny. Yes. Amen. ഇസഹാക്കിനോട് മാത്രമല്ല, Yes. ഈ മീറ്റിംഗിൽ വന്നവരോട് കർത്താവ് പറയുന്നു, നിന്റെ ദേശത്തിൽ ഞാൻ നിന്നെ അനുഗ്രഹിക്കും. I receive. നിന്റെ ദേശത്തിൽ I receive. ഞാൻ നിന്നെ അനുഗ്രഹിക്കും. I receive. നിന്റെ ദേശത്തിൽ ഞാൻ നിന്നെ അനുഗ്രഹിക്കും. I receive. In the name of Jesus. ഞാൻ നിന്നോട് കൂടെ ഇരുന്ന് ഞാൻ നിന്നെ അനുഗ്രഹിക്കും. I receive. Amen. ആ അനുഗ്രഹം നീ കൊണ്ട് തീരത്തില്ല, അത് തലമുറകളിലേക്ക് I receive it. നിനക്ക് നിന്റെ സന്തതികൾക്കും Yes. ഞാൻ ഈ ദേശം തരും. Amen. I thank you Jesus for all your promise. Amen. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, ഇസഹാക്കിനോട് ദൈവം പറയുന്നു, മോനെ, നിന്റെ മേളിൽ ഒത്തിരി വാഗ്ദത്തമുണ്ട്. Amen. നീ സാഹചര്യങ്ങളെ അല്ല വിശ്വസിക്കേണ്ടത്, നിന്റെ പ്രസന്റ് സിറ്റുവേഷനെയോ നിന്റെ പാസ്റ്റിനെയോ അല്ല, നിന്റെ കഴിഞ്ഞകാല ജീവിതത്തെയോ നിന്റെ ഇപ്പോഴത്തെ സാഹചര്യത്തെയോ അല്ല നീ വിശ്വസിക്കേണ്ടതും Amen. നോക്കിക്കാണേണ്ടതും Yes. വിലയിരുത്തേണ്ടതും. Amen. നീ വിശ്വസിക്കേണ്ടത്, നീ ഇന്ന് വരെ കണ്ടിട്ടില്ലാത്ത, ഞാൻ നിനക്കും നിന്റെ അപ്പനും നിന്റെ പിതാവായ അബ്രഹാമിനും
Yes. ഞാൻ നൽകിയ വാഗ്ദത്തങ്ങളെയാണ്, Yes. വാഗ്ദത്തത്തെയാണ്, പ്രോമിസുകളെയാണ്. നിന്നെ ഞാൻ വിളിച്ചപ്പോൾ, നിന്നെ ഞാൻ ശുശ്രൂഷയിലേക്ക് നടത്തിയപ്പോൾ, നിന്നെ ഞാൻ വിളിച്ചു വേർതിരിച്ചപ്പോൾ, നിന്റെ കാതുകളിൽ ഞാൻ കേൾപ്പിച്ച ശബ്ദങ്ങളെയാണ്, ഞാൻ നിനക്ക് നൽകിയ വചനങ്ങളെയാണ് നീ വിശ്വസിക്കേണ്ടത്. I break it all the wrong beliefs. Name of Jesus. I break it all the wrong beliefs. The name of Jesus. In the name of Jesus. Yes. എല്ലാ റോങ് ബിലീഫുകളും, Yes. എല്ലാ തെറ്റായ വിശ്വാസ ചിന്തകളും Amen. അകത്തൊന്ന് മാറിപ്പോകട്ടെ. Yes. നമ്മുടെ എഫോർട്ട് ഇട്ട് നമ്മൾ പിടിക്കാൻ പോകുന്നതും ദൈവം തമ്പുരാൻ ഇങ്ങനെ പിടിച്ചുകൊണ്ട് കൈ തരുന്നതും തമ്മിൽ ഭയങ്കര വ്യത്യാസം. Yes. Amen. Yes. Yes. Amen. ഇതിനകത്ത് ഏത് വേണം എന്നുള്ളത് നീ കർത്താവിന്റെ കരങ്ങളിൽ അത് ഏൽപ്പിച്ച് ദൈവത്തിന്റെ സമയത്തിന് വേണ്ടി നീ വെയിറ്റ് ചെയ്താൽ ദൈവം നിനക്ക് റിലീസ് ചെയ്യുന്നത് Amen. നീ പിടിക്കാൻ പോയ സാധനം ആയിരിക്കത്തില്ല. Yes. യേശു കർത്താവ് ഉയർത്തെഴുന്നേറ്റതിന് ശേഷം, ഉയർത്തെഴുന്നേറ്റ് കഴിഞ്ഞ് പത്രോസും സബദി മക്കളും കാനായിലെ നഥനയിലും ദിദിമോസ് എന്ന തോമസ് ഇവരെല്ലാം കൂടെ ചേർന്ന് മീൻ പിടിക്കാൻ പോയി. യേശു ഉയർത്തെഴുന്നേറ്റത് അറിയാതെ മീൻ പിടിക്കാൻ പോയി. അവർക്കൊന്നും കിട്ടിയില്ല. പക്ഷെ അന്ന് യേശു കർത്താവ് കനലിൽ ചുട്ട അപ്പവും മീനുമൊക്കെ ഇവർക്ക് വേണ്ടി ഉണ്ടാക്കി Amen. ഇവരെ തിബരിയാസ് കടൽക്കരയിൽ കാത്തിരുന്നു. അറിവിത്മി, നിങ്ങൾ എന്നെ കേൾക്കുന്നു? Yes. Yes. ഇവര് മീൻപിടുത്തമൊക്കെ കഴിഞ്ഞ് ഒന്നും കിട്ടാതെ വലയൊക്കെ എറിഞ്ഞ് ശൂന്യമായ പടകും വലയുമായി കരയ്ക്കെത്താറായപ്പോ യേശു ആ കരയിൽ നിന്നുകൊണ്ട്, അവർക്ക് അറിഞ്ഞുകൂടാ അത് യേശു ആണെന്ന്, ഇങ്ങനെ പറഞ്ഞു, കുഞ്ഞുങ്ങളെ കൂട്ടാൻ വല്ലതും ഉണ്ടോ? കുഞ്ഞുങ്ങളെ, ചിൽഡ്രൻ, ഹല്ലേലൂയ, Amen. കൂട്ടുവാൻ വല്ലതും ഉണ്ടോ? അവര് പറഞ്ഞു ഇല്ല. They answered him, no, nothing. ഇല്ല. നിങ്ങൾക്കറിയാമോ, യേശു കർത്താവ് പറഞ്ഞു അവരോട്, നിങ്ങൾ വല വീശാൻ പറഞ്ഞു. പടകിന്റെ വലത്ത് ഭാഗത്ത് വല വീശി 153 ചെറിയ മത്സ്യമല്ല, അവിടെ എഴുതിയിട്ടുണ്ട് വലിയ മത്സ്യം വലയ്ക്കകത്ത് കയറി. 153 വലിയ മത്സ്യം വലയ്ക്കകത്ത് കയറി. വലയ്ക്കകത്ത് 153 വലിയ മത്സ്യം കയറിയാറെ അവർക്ക് വല പൊക്കാൻ പറ്റിയില്ല. ഇവരിത്രയും പേരും കൂടെ പൊക്കാൻ നോക്കിയിട്ടും ഇത് പൊങ്ങണില്ല, അത്ര വെയിറ്റ് ആയിരുന്നു. നെറ്റ് ഫുള്ളാണ്, വല പൊക്കാൻ പറ്റുന്നില്ല. ചിന്തിച്ചതിലപ്പുറമായ ഒരു സംഭവമാണ് നടന്നെന്ന് കണ്ടപ്പോൾ യോഹന്നാൻ പറഞ്ഞു, നെറ്റ് ഫുള്ളാണെങ്കിൽ, ഇത് പൊക്കാൻ പറ്റുന്നില്ലെങ്കിൽ, ഇതെടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ, ഇത് നമ്മൾ ചിന്തിച്ച നമ്മുടെ കപ്പാസിറ്റിക്ക് അപ്പുറമാണെങ്കിൽ, യോഹന്നാൻ പറഞ്ഞു അത് കർത്താവാന്ന് പറഞ്ഞു. Hallelujah. ഇത് കപ്പാസിറ്റിക്ക് അപ്പുറമാണെങ്കിൽ, ഇത് ചിന്തകൾക്ക് അപ്പുറമാണെങ്കിൽ, ഹല്ലേലൂയ, അത് കർത്താവാന്ന് പറഞ്ഞു. പൊക്കാൻ മേലാത്ത നെറ്റ് കണ്ടപ്പോൾ, ഇത് ഞങ്ങളുടെ കപ്പാസിറ്റിക്ക് അപ്പുറമാണെന്ന് മനസ്സിലായപ്പോൾ, യോഹന്നാൻ ഒരു കാരണവശാലും പിടികിട്ടുന്നില്ല അത് യേശുവാണെന്ന്. യേശു അതുവരെയും പറഞ്ഞിട്ടില്ല. പക്ഷെ യോഹന്നാൻ തന്നെ പറയുകയാണ്, എൻ്റെ പൊന്നു പത്രോസേ, പൊന്നു തോമസേ, ഇത് നെറ്റ് ഫുള്ളാ, ഇത് പൊക്കാൻ പറ്റുന്നില്ലെങ്കിൽ, ഇത് നമ്മൾ പിടിച്ചാൽ കേറാത്ത സാധനം ഇതിനകത്ത് കയറിയെങ്കിൽ ആ പറഞ്ഞത് കർത്താവ് തന്നെയാണ്. യേശു സ്നേഹിച്ച ശിഷ്യൻ പത്രോസിനോട് അത് കർത്താവാകുന്നു. നെറ്റ് ഫുള്ളാണെങ്കിൽ, വല പൊക്കാൻ പറ്റുന്നില്ലെങ്കിൽ, ഇതെന്റെ കപ്പാസിറ്റിക്ക് അപ്പുറമാണെങ്കിൽ, ഞാൻ പിടിക്കുന്ന പോലല്ല, കർത്താവ് എനിക്ക് വേണ്ടി തന്നാൽ
ഞാൻ തന്നെത്താൻ തുറക്കാൻ ശ്രമിക്കുന്ന വഴിയല്ല, ദൈവം എനിക്ക് തുറക്കുന്ന വഴി. In the name of Jesus. ഇന്നത്തെ മീറ്റിംഗിൽ സ്വർഗത്തിലെ ദൈവത്തിന്റെ കരത്താൽ ചില വാതിലുകൾ തുറക്കപ്പെടണം. ഈ ശുശ്രൂഷയിൽ വന്നിരിക്കുന്നവരുടെ ജീവിതത്തിൽ മാനുഷികമായ ഒരു വെളിപ്പെടുത്തലല്ല, സ്വന്തമായി പിടിക്കാൻ പോയി കിട്ടിയതല്ല, നിന്റെ കപ്പാസിറ്റിക്ക് അപ്പുറമായതെന്തോന്ന്, നിന്റെ ചിന്തകൾക്കപ്പുറമായതെന്തോന്ന്, നീ ചോദിച്ചതിലും നിലച്ചതിലും അത്യന്തപരമായതെന്തോന്ന് നിനക്ക് വേണ്ടി പരിശുദ്ധാത്മാവ് തുറക്കട്ടെ. നിന്റെ ശ്രമങ്ങൾ പരാജയപ്പെട്ടെടുത്ത്, നിന്റെ കഴിവുകൾ പരാജയപ്പെട്ടെടുത്ത്, നിന്റെ ചുവടുകൾ പൊളിഞ്ഞു പോയെടുത്ത് നീ കാണാൻ പോവുകയാണ് ദൈവത്താൽ, പരിശുദ്ധാത്മാവിനാൽ, ദൂതന്മാരുടെ ഇടപെടിയിൽ എന്തെന്ന് ദൈവത്താൽ സംഭവിച്ചതാണ്. ദൈവത്താലേ ഇത് സംഭവിക്കുള്ളൂ എന്ന് തിരിച്ചറിഞ്ഞ യോഹന്നാൻ പറഞ്ഞു, നെറ്റ് ഫുള്ളാണെങ്കിൽ, ഇത് പൊക്കാൻ പറ്റുന്നില്ലെങ്കിൽ അത് കർത്താവാന്ന് പറഞ്ഞു. ഉറപ്പാണ്. ഞാൻ എനിക്ക് വേണ്ടി പിടിക്കാൻ പോകുന്നതും ദൈവം എനിക്ക് വേണ്ടി പിടിച്ചു തരുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. ഞാൻ രണ്ടാമത് പറഞ്ഞത് ചിലരുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോവുകയാണ്. വാക്യം ഉൽപ്പത്തി 26:6 മുതൽ 11 വരെയുള്ള വാക്യങ്ങളൊന്ന് വായിക്കാമോ? അങ്ങനെ ഇസഹാക്ക് ഗേരാരിൽ പാർത്തു. ഇസഹാക്ക് പോയില്ല. പറഞ്ഞ ഇസഹാക്ക് പോയില്ല. ഇസഹാക്ക് പോയില്ല. ഹല്ലേലൂയ. ആ സ്ഥലത്തെ ജനം അവന്റെ ഭാര്യയെ കുറിച്ച് അവനോട് ചോദിച്ചു. അവൾ എൻ്റെ സഹോദരി എന്ന് അവൻ പറഞ്ഞു. റിബേക്ക സൗന്ദര്യമുള്ളവളാകൊണ്ട് ആ സ്ഥലത്തെ ജനം അവളുടെ നിമിത്തം തന്നെ കൊല്ലാതിരിക്കേണ്ടതിന് അവൾ എൻ്റെ ഭാര്യ എന്ന് പറയുവാൻ അവൻ ശങ്കിച്ചു. ദൈവം പറഞ്ഞതനുസരിച്ചാൽ, ദൈവം പറഞ്ഞത് കേട്ടാൽ, ദൈവം പറയുന്ന വഴി എടുത്താൽ പ്രതീക്ഷിക്കാത്ത പല പ്രതികൂലങ്ങളും ഉണ്ടാവും.